friends, welcome to a new video from English with Asee. നമ്മുടെ പുതിയ സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇപ്പോൾ ക്ലാസ്സുകൾ തുടർന്നു വരികയാണ്. എങ്ങനെയാണ് ഇംഗ്ലീഷ് സംസാരിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഓർഡർ മുതൽ, അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു വേ ഓഫ് ടോക്കിംഗ് അത് മുതൽ നമ്മളിപ്പോൾ 2 or 3 ടൈപ്പിൽ സെൻറ്റൻസും ഒപ്പം ക്വസ്റ്റ്യൻസും ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ചു അല്ലേ. കഴിഞ്ഞ ക്ലാസ്സുകളിലാണെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ ഇപ്പോൾ എന്ന രീതിയിൽ പ്രസൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ വളരെ സിമ്പിളായും അതുപോലെ തന്നെ കണ്ടിന്യൂ ആയും പറയുന്ന രീതികൾ എങ്ങനെയാണെന്നും പഠിച്ചു. ഒപ്പം ക്വസ്റ്റ്യൻസ് എസ് ഓർ നോ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറയാൻ, അതുപോലെ വാട്ട്, വെൻ, വിച്ച് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു. ഇന്ന് വീണ്ടും നമുക്ക് അടുത്ത അതേ ഫോമിൽ തന്നെയുള്ള ക്ലാസ്സുകളാണ് നാം കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ അതെല്ലാം ഒന്ന് വാച്ച് ചെയ്യുക. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് ഓൾസോ യു കമൻറ്റ് ഇറ്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഞാൻ അപ്പോൾ തന്നെ അതിൻ്റെ റെസ്പോൺസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് പ്രസൻറ്റിൽ തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ തന്നെ മറ്റൊരു രീതിയിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഞാൻ പഠിക്കുന്നു, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഈ 2 രീതികൾ. അതായത് ഞാൻ പഠിക്കുന്നു, ഐ സ്റ്റഡി, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് മുമ്പേ തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഐ ആം സ്റ്റഡിയിങ് അല്ലെങ്കിൽ ഹി ഈസ് സ്റ്റഡിയിങ്. ഓക്കെ, ഈ 2 രീതികളും നമ്മൾ പഠിച്ചു. പഠിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നു, കളിക്കുന്നു, കളിച്ചുകൊണ്ടിരിക്കുന്നു, ഈ രീതിയിൽ. ഇനി നമുക്ക് അടുത്തത് ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. അതായത് ആ കാര്യം ഇപ്പോഴും ഓക്കെയാണ്, പക്ഷെ അത് മുമ്പും അത് തന്നെ അങ്ങനെ തന്നെയാണ്. അതായത് ഇപ്പോൾ നമ്മൾ പറയാണ് ഞാൻ MA പഠിച്ചിട്ടുണ്ട്. MA പഠിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ആ റിസൾട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, അത് മുമ്പും അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, ഇപ്പം ഞാൻ പോയിട്ടുണ്ട്, ഞാൻ വന്നിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം കണ്ടിട്ടുണ്ട് ഒക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങൾ താജ്മഹൽ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ആ കണ്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ റിസൾട്ട് ഇപ്പോഴും ഉണ്ട് ഇല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് പറയുന്നതെന്ന് നോക്കാം. അതായത് ചില കാര്യങ്ങൾ മുമ്പ് തന്നെ പെർഫെക്റ്റ് ആണ്, അതിപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്നതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിന് ഐ ഹാവ് സ്റ്റഡീഡ് എന്ന് പറയും. അതായത് ഐ ഹാവ് സ്റ്റഡീഡ് എന്ന് പറയുമ്പോൾ ഐ സബ്ജക്റ്റാണ്, ഹാവ് അവിടെ ഓക്സിലറി വെർബായിട്ട് ആഡ് ചെയ്യുന്നു. സ്റ്റഡി വെർബിനെ നമ്മൾ ഹാവോ ഹാസോ വരുമ്പോൾ ആ വെർബിൻ്റെ 3ാമത്തെ രൂപമായാണ് ആഡ് ചെയ്യേണ്ടത്. അതായത് സ്റ്റഡി ആണെങ്കിൽ സ്റ്റഡീഡ്, ഹെൽപ്പ് ഹെൽപ്ഡ്, ഞാൻ അമ്മയെ സഹായിച്ചിട്ടുണ്ട്, ഐ ഹാവ് ഹെൽപ്ഡ് മൈ മദർ. അവൻ അല്ലെങ്കിൽ അവൾ അല്ലെങ്കിൽ അത് എന്ന് വരുമ്പോൾ, അതായത് സിംഗുലർ സബ്ജക്റ്റുകളാണെങ്കിൽ അവിടെ ഹാസ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബാണ്. എന്നാൽ ഐ യു ഒപ്പം തന്നെ ധാരാളം ആളുകൾ, കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ പ്ലൂറൽ ആണെങ്കിൽ അവിടെ ഹാവ് പ്ലസ് V3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഐ ഹാവ് ടോട്ട്, ടീച്ചിൻ്റെ V3 ആണ് ടോട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട് എന്ന രീതിയിൽ സെൻറ്റൻസുകൾ പറയുമ്പോൾ അത് സിംഗുലർ ആണെങ്കിൽ, സിംഗുലറും പ്ലൂറലും ഒക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, സിംഗുലർ എന്ന് പറയുമ്പോൾ ഒരാൾ മാത്രമാണെങ്കിൽ, ഓക്കെ, അതായത് ഹി, ഷീ അല്ലെങ്കിൽ റോഷ്നി, രാജീവ് എന്നൊക്കെ ഒറ്റയാളുടെ കാര്യം മാത്രം പറയുകയാണെങ്കിൽ അവിടെ ഹാസ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ്, ഹാസ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ്. ഓക്കെ, എന്നാൽ പ്ലൂറൽ, അതായത് ഐയും യുവും ഒരാളെ ഉള്ളെങ്കിലും അതിനെ നമ്മൾ പ്ലൂറൽ ഫോമായിട്ടാണ് എഴുതാറുള്ളത്. ഐ, യു, ദേ, അതുപോലെ വി, ചിൽഡ്രൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റുകളാണെങ്കിൽ അവിടെ ഹാവ് പ്ലസ് V3 വെർബായിരിക്കും
വരുന്നത്. അപ്പം ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ട് എന്നാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അതായത് അതിൻ്റെ കൺസ്ട്രക്ഷൻ ഞാൻ പോയിട്ടുണ്ട് സ്കൂളിൽ നിന്നാണ്. ഞാൻ പോയിട്ടുണ്ട് ഹാവ് ഗോൺ, ഐ ഹാവ് ഗോൺ ടു സ്കൂൾ. അവൻ സ്കൂളിൽ പോയിട്ടുണ്ട്, ഹി ഹാസ് ഗോൺ ടു സ്കൂൾ. അവൾ സ്കൂളിൽ പോയിട്ടുണ്ട്, ഷീ ഹാസ് ഗോൺ ടു സ്കൂൾ. എന്നാൽ അവർ സ്കൂളിൽ പോയിട്ടുണ്ടെന്നാണെങ്കിലോ, അവർ എന്ന് പറയുമ്പോൾ കൂടുതൽ ആളുണ്ട് അല്ലേ. ദേ ഹാവ് ഗോൺ ടു സ്കൂൾ. ഞങ്ങൾ സ്കൂളിൽ പോയിട്ടുണ്ട്, വി ഹാവ് ഗോൺ ടു സ്കൂൾ. ഓക്കെ, അപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോയിട്ടുണ്ട്, ആ മീനിങ് മനസ്സിലാക്കുക. പോയിട്ടുണ്ട് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് ആഡ് ചെയ്യുന്നത്. എന്ത് വരും അവിടെ? ചിൽഡ്രൻ ഹാവ് ഗോൺ ടു സ്കൂൾ. അപ്പോൾ ഇത് മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് ഒരു കാര്യത്തിൻ്റെ അത് പാസ്റ്റിൽ നടന്നതാണെങ്കിൽ പോലും ആ കാര്യത്തിൻ്റെ പ്രാധാന്യം ഇപ്പോഴും നിലനിൽക്കുന്നു എങ്കിൽ നമ്മൾ എന്തഴിയണം? അവിടെ ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ് ആഡ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എപ്പോഴും ആ സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെ അങ്ങനെ തന്നെ പഠിക്കുക. പോകുന്നു എന്നതിന് നമ്മൾ ഗോ അല്ലെങ്കിൽ ഗൂസ് പറഞ്ഞു. പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് നമ്മൾ ഹീസ്, ആം, ആർ പ്ലസ് ഗോയിങ്, ഈസ്, ആം, ആർ പ്ലസ് ING, ഈസ് ഗോയിങ്, ആം ഗോയിങ്, ആർ ഗോയിങ്. പക്ഷേ ഇവിടെ പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബാണ് വരുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടുന്നത്, ഈ ഹാസ് എന്ന് പറയുന്നത് സിംഗുലറിനോടൊപ്പവും ഹാവ് എന്ന് പറയുന്നത് പ്ലൂറലിനോടൊപ്പമാണ്. കൂടുതൽ അക്ഷരമുള്ളത് കൂടുതലുള്ളിടത്ത് എന്ന് ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം. അപ്പം നോക്കിക്കോളൂ, ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടുണ്ട് എന്നാവും ഐ ഹാവ് taught English. I have taught English. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടെന്നാണെങ്കിലോ I have studied English. ഓക്കെ, രാജു ഗീതയെ സഹായിച്ചിട്ടുണ്ട്. രാജു ഹാസ് ഹെൽപ്ഡ് ഗീത. അവർ അമ്മയെ സഹായിച്ചിട്ടുണ്ട്. രാജു മാറ്റിയിട്ട് അവിടെ അവർ ഓർത്ത് നോക്കുക, they have helped his mother. ഇനി നമുക്ക് എക്സർസൈസ് ഒന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ പറയാണ്, അവൾ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. അവൾ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. അവർ വീട്ടിൽ വന്നിട്ടുണ്ട്. അവർ വീട്ടിൽ വന്നിട്ടുണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ, അവൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അവൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, അവർ സ്കൂളിൽ പോയിട്ടുണ്ട്. അവർ സ്കൂളിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഈ 5 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, നിങ്ങൾ വായിച്ചിട്ട് അതിൻ്റെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന കാര്യം വ്യക്തമാക്കുക. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക. തീർച്ചയായും ആ ഡൗട്ടുകളെല്ലാം ഞാൻ അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.